ഇപ്പോൾ വേടന്റെ കേസിലൊക്കെ നമ്മൾ സംസാരിക്കുകയും വേടൻ അത് കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ അയാളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടും കൈകാര്യം ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നവരേറെയുണ്ട്. അപ്പോൾ ആ സ്പേസിൽ നിന്നിട്ട് ഈ ഡിസ്ക്രിമിനേഷൻസ്, അത് പ്രത്യേകിച്ചും ജാതി എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ മാട്രിമോണിയൽ സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി എന്നാണ് പൊതുവിൽ പറയുന്നത്. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എക്സ്പ്ലിസിറ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോവോ? പിന്നെ ഈ ജാതി പറഞ്ഞ് അഡ്രസ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളത്? അല്ല, ഇത് നിലനിൽക്കും കുറെ കാലം കൂടെ. ഇപ്പോ മനുഷ്യന്റെ ഇപ്പോ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ പുരോഗമനപരമായിട്ടോ അല്ലെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പം ഇത് കൂടുതൽ ശക്തമാവുക ചെയ്യുന്നത്, പ്രതിരോധവും ശക്തമാകും. അപ്പം ഇതുവരെ വിസ്മരിച്ച് കിടന്നവരും കൂടെ ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങും. അപ്പൊ ഈ വിഷയങ്ങളിൽ നിന്ന് മറ്റു വിഷയങ്ങളിലേക്ക് മാറുക വേണ്ടെന്ന് എന്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ തന്നെ ഊന്നി നിന്ന് അതിനുവേണ്ടി പോരാട്ടങ്ങൾക്ക് പകരം നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാഷ്ട്രം പുരോഗമനപരമായ പുതിയ ചിന്തകൾ, എല്ലാവരും ഒത്തുചേർന്ന് മുമ്പോട്ട് പോകേണ്ട പുതിയ ചിന്തകളിലേക്ക് നമ്മൾ തിരിയണം. ക്രിയേറ്റീവായ, അവിടെയാണ് കലയും സംസ്കാരവും സാഹിത്യവും ഒക്കെ പോലുള്ള വിഷയങ്ങളും ആ പോസിറ്റീവ് തിങ്കിങ്ങും അത്തരം ഒത്തുചേരൽ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടാവേണ്ടത്. എന്നിട്ട് ഈ ചിന്തയിൽ നിന്ന് നമ്മൾ മറക്കുക, അതേ പറ്റുള്ളൂ. എന്ത് ക്ലിയർ ആയിട്ടാണ് കക്ഷി കാര്യങ്ങൾ പറയുന്നത്. ഒരു പക്ഷേ ഈ മനുഷ്യനെ പോലുള്ളവരൊക്കെ രാഷ്ട്രീയത്തിൽ കുറെ, എല്ലാവരും ഒന്നും സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ആവണമെന്ന് നമ്മൾ പറയത്തില്ല. ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 5 പേരെങ്കിലും വന്നാൽ മതി. കേരള LDF, UDF, BJP ആയാലും ശരി, ഈ സന്തോഷ് ജോർജ് കുളങ്ങരയെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലുള്ള ഒരു 5 പേര് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മന്ത്രിമാരായിട്ട് വന്നാൽ മതി, കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. പക്ഷെ സംഭവിക്കത്തില്ല. അങ്ങനെ ഉള്ളവരെ ഒരു കാരണവശാലും ഈ രാഷ്ട്രീയ കച്ചവടക്കാര്, ഈ രാഷ്ട്രീയ കച്ചവടം എന്ന് തന്നെ പറയും. ഇന്നത്തെ രാവിലത്തെ ന്യൂസൊക്കെ ഓരോരുത്തരൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ സീറ്റിന് വേണ്ടി 50 ലക്ഷം രൂപ കൊടുത്ത് അത് വാങ്ങുകയാണ്. ആ സീറ്റ്, അതായത് 7-7 എന്ന് പറയുന്ന ഒരു നിലയിൽ നിന്നതാണെന്ന് തോന്നുന്നു. ആ ഒരു കറക്റ്റ് എനിക്ക് ഏത് ജില്ലയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മലപ്പുറമാണോ കോഴിക്കോടാണോ എന്ന് അറിയത്തില്ല. എങ്കിലും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത്. കല, സാംസ്കാരിക മേഖല, അതുപോലെ വിദ്യാഭ്യാസം, തൊഴിൽ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരു നല്ല ക്ലിയർ ആയിട്ട് ഈ സമൂഹത്തെ ഒരു കുറച്ചുകൂടി 10 മടങ്ങ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ജാതിയുടെ ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ ഈ ജാതി പീഡനങ്ങൾ, ക്രൂരതകളൊക്കെ വളരെ വലിയൊരു രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വലിയൊരു ദൂരത്തേക്ക് നമുക്ക് പെട്ടെന്ന് സ്പീഡപ്പ് ആയിട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ നേതാക്കള്, വെള്ളാപ്പള്ളി നടേശൻ ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ വലിയ വലിയ നിലപാടുകളും ജീർണതയുള്ള വാക്കുകളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ കാൽക്കല് വീഴാനോ വെള്ളാപ്പള്ളി നടേശന്റെ മുന്നിൽ തൊഴുതു നിൽക്കാനോ ഒരു പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം, അന്നേരം മനസ്സിലാവും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട്. എന്ത് താഴ്മയായിട്ടാണ്, എന്ത് വിനയാണ്. ഒരുപക്ഷെ ശബരിമല ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി CPM പോലും ഇങ്ങനെ നിൽക്കാറില്ല. അപ്പൊ ആ രീതിയിലാണ് രാഷ്ട്രീയ മേഖലയിൽ ഒരു പ്രബല ജാതി വിഭാഗം നിലനിൽക്കുന്നത്. എന്നിട്ട് ഈ ഒരു അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ്, അതായത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോയി തൊഴുത് കാലയെ വണങ്ങി കാലയെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു സമൂഹം തന്നെയാണ് ഈ LDF, UDF, BJP, RSS, യുക്തിവാദി പോലെയുള്ള എല്ലാ മേഖലകളിലും അതിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ അതിന്റെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഈ ഒരു സമൂഹത്തിന്റെ ആൾക്കാരാണ്. ഇവര് തന്നെയാണ് ജാതി സെൻസസിന് ഏറ്റവും വലിയ ഒരു ബ്ലോക്കുമായിട്ട് നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ വരെ പോയി ജാതി സെൻസസ് നടത്താൻ പാടില്ല, ജാതി സെൻസസ് നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പക്ഷെ സന്തോഷ് ജോർജ് കുളങ്ങര കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാറേണ്ടത് സാമൂഹിക, സാംസ്കാരിക, തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ തന്നെ പുതിയൊരു അഴിച്ചുപണി, അത് തന്നെയാണ് ജാതി സെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് നമ്മൾ വേടനെ കൊല്ലണം, ഇല്ലായ്മ ചെയ്യണം, അവൻ കൊള്ളക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേടന്റെ തൊള്ളയിലോട്ട് കയറുന്നത്. ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പേര് അവരാരെങ്കിലും പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും തടസ്സം നിൽക്കുന്ന ഈ ഒരു വ്യക്തിയെ ഏത് RSSകാരനാണ് വിമർശിക്കുന്നത്? ഇപ്പൊ RSSൽ തന്നെ ഉണ്ടല്ലോ, ദളിത് വിഭാഗത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ആൾക്കാർ സോഷ്യൽ മീഡിയകളിലൊക്കെ കടന്നങ്ങ് അറിഞ്ഞു തുള്ളുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു സമൂഹം മാറാതെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഏതൊക്കെ രീതിയിൽ
ഇവിടെ കിടന്ന് അനുഭവിച്ചാലും ശരി, എത്രമാത്രം കഷ്ടപ്പെട്ടാലും ശരി, ഈ ഒരു വിഭാഗം മാറാതെ കേരളം മാറില്ല.